ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പീസ് വേൾഡ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന LDC, LGS, VFE പോലുള്ള എക്സാംസിന് തീർച്ചയായിട്ടും SCRT പാഠഭാഗങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. കാരണം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന എക്സാം 2 സ്റ്റേജായിട്ട് നടന്നതിൽ ധാരാളം ചോദ്യങ്ങളാണ് SCRT പാഠഭാഗത്ത് നിന്ന് ചോദിച്ചത്. അത്യാവശ്യം നല്ലൊരു സ്കോറിങ്ങിലേക്ക് നമുക്ക് എത്താൻ തീർച്ചയായിട്ടും SCRT പാഠഭാഗങ്ങൾ സഹായിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ടെസ്റ്റ് സീരീസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനു മുൻപ് നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള SCRT പാഠഭാഗങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഒപ്പം എങ്ങനെയാണ് ഒരു SCRT പാഠഭാഗം നല്ല രീതിയിൽ അടയാളപ്പെടുത്തി വേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയുള്ള എക്സാമുകൾക്ക് 1 മാർക്ക് പോലും നഷ്ടമാകാതെ വേണമല്ലോ പഠിക്കാൻ, അല്ലേ? അത്രത്തോളം പ്രാധാന്യമുണ്ട് ഇനി നമ്മൾ എഴുതാൻ പോകുന്ന ഓരോ എക്സാമും. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു സംഭവമാണ് SCRT പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ടുണ്ട് എങ്കിൽ ഇതിലത്തെ കാര്യങ്ങൾ, അതായത് ബേസിക് ഫാക്ട്സ് ആണ് SCRT പാഠഭാഗങ്ങളുടെ പറയുന്നത്. പിന്നെ അവർ അപ്ഡേഷൻസിൽ കുറേയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, കുറേയധികം കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് കയ്യിലുണ്ട് എങ്കിൽ പിന്നെ ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഇനി ഇംഗ്ലീഷ് മലയാളം പോലുള്ള അതിൻ്റെയൊക്കെ വൊക്കാബുലറി പോർഷനൊക്കെ ആണെങ്കിലും നിങ്ങൾ സെറ്റാക്കി എടുത്താൽ മതി. ഓക്കെ, നല്ലൊരു മേജർ പോർഷൻ ഓഫ് മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്നതാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ SCRT പാഠഭാഗങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നും തന്നെ മിസ് ചെയ്യരുത്. ഓൾറെഡി ഞാൻ ഏതൊക്കെയാണ് പാഠഭാഗങ്ങളെന്ന് പറഞ്ഞിട്ട് മുൻപത്തെ എക്സാംസിലൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളത്. പക്ഷേ പുതിയ SCRT പാഠഭാഗങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് നമ്പറിങ്ങിൽ വ്യത്യാസം വരും, അതുപോലെ പേരിൽ വ്യത്യാസം വരും, ചിലതൊക്കെ മാറ്റിയിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതൊന്നും കൂടെ പുതിയ ടെക്സ്റ്റുകളെല്ലാം കൂടെ നോക്കിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ, ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി 1 മാർക്ക് പോലും നഷ്ടപ്പെടുത്താതെ നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാൻ എന്ത് ചെയ്യണം? ഈ പറയുന്ന പോലെ നിങ്ങൾ തുടക്കം എന്നുള്ള രീതിയിൽ SCRT പാഠഭാഗങ്ങൾ ആദ്യം പഠിച്ച് സെറ്റാക്കാൻ നിൽക്കണം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കിയെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കുന്നത്. ഇത് പുതിയ പാഠഭാഗമാണ്. മാത്രമല്ല ഇപ്പോൾ ഇക്കഴിഞ്ഞ എക്സാമിന് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാനത് മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എക്സാമിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു പാഠഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിലത്തെ എല്ലാം തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിലും ഇതിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ ടെക്സ്റ്റിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ കുറേ ആവർത്തിയെങ്കിലും നമ്മൾ പഠിച്ചെടുത്താൽ നമുക്കിത് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു എന്താ പറയുക, ഒരു കുറിപ്പ് പോലെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ ഒരു കുറിപ്പിൽ നിന്ന് പോലും ചിലപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലിലായിരുന്നു എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, 18 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഈ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു. മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിൻ്റെ 95% അപ്പോൾ ആദ്യമായിട്ട് ഈസ്റ്റ് ഇൻഡീസിലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലുകൾ വന്നിറങ്ങുന്നത്, അത് ഏത് കപ്പലുകളിലാണ്? അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്ന് പറയുന്ന 4 കപ്പലുകൾ വന്നതും അതുപോലെ തന്നെ മുടക്കുമുതലിൻ്റെ 95% അവർക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഈ കപ്പലുകളുടെ പേരൊന്ന് നോക്കി വെച്ചാൽ മതി. ശേഷം ഇവിടെ എന്താണ്, അതായത് എന്തുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പറയുന്ന രീതിയിൽ ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക്, അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് മാത്രമല്ല മറ്റ് പല യൂറോപ്യൻ ശക്തികളും ഈ പറയുന്ന എന്താണ് ഏഷ്യയിലോട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ളൊരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് എന്താണ് കാരണമായത് എന്നുള്ളതാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഈ കാരണങ്ങൾ. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി, അപ്പോൾ തീർച്ചയായിട്ടും ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് അവർ അതിന് നയിച്ചു എന്നുള്ളതാണ് ശരി. ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. ഇതാണ് നമ്മൾ ബേസിക് റീസൺ ആയിട്ട് പറയുന്നത്, അല്ലേ? അത് താഴെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ളൊരു പ്രധാന കേന്ദ്രമായിരുന്നു എന്ത്? ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അതായത് യൂറോപ്പിനും
ഏഷ്യയ്ക്കും ഇടയിൽ. പക്ഷേ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് തുർക്കികൾ കൈയടക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് അതിലൂടെ ഇങ്ങനെയുള്ളൊരു റൂട്ട് പോസിബിൾ ആയിരുന്നില്ല. സോ അവർക്ക് വേറൊരു വഴി കണ്ടെത്തേണ്ടി വന്നു വ്യാപാരത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അവരൊരു സമുദ്രപാത കണ്ടെത്തുന്നതും. എന്താണ് പോർച്ചുഗീസുകാരനായിരുന്ന വാസ്കോ ഡ ഗാമയാണ് എന്ത് ചെയ്യുന്നത്? കടൽ മാർഗം ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്. ഓക്കെ, ഇങ്ങനെ ചുറ്റി എത്തുന്നത് വാസ്കോ ഡ ഗാമയാണ്. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നാൽ അത് ശരിയാണ്. കടൽ മാർഗം എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാരാണ്? കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ പോർച്ചുഗീസുകാരാണ്. പിന്നീട് നമ്മൾ പറയുന്നത് നമുക്കറിയാവുന്ന കുറച്ചധികം കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതായത് 1498 ഇത് ചെയ്യുന്നത് കോഴിക്കോടിനടുത്തുള്ള എന്താണ് കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് വാസ്കോ ഡ ഗാമ വരുന്നത്. അപ്പോൾ എന്താണ് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവിനെ കാണുകയൊക്കെ ഉണ്ടായി. പക്ഷേ എന്താണ് വ്യാപാരത്തിനുള്ള അനുമതി സാമൂതിരി നൽകുന്നില്ല അല്ലേ. പല പറഞ്ഞ കണ്ടീഷൻസും എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല സാമൂതിരി അല്ലേ. പോർച്ചുഗീസുകാർ അതായത് വാസ്കോ ഡ ഗാമ പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതേ തുടർന്ന് ഗാമ പിന്നീട് എവിടേക്കാണ് പോയത്? കണ്ണൂരിലെ കോലോത്തിരിയുടെ അടുത്തേക്കാണ് പോയത്. കോലോത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുക്കാൻ ഗാമയ്ക്ക് സാധിക്കുകയും ചെയ്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ശേഖരിച്ച് തിരിച്ച് പോർച്ചുഗലിലേക്ക് പോയി. തൻ്റെ യാത്രയ്ക്ക് ചിലവായതിൻ്റെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായിട്ടാണ് ഗാമ മടങ്ങിയത്. അപ്പോൾ ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്ന കപ്പലുകളുടെ പേര് ഇവിടെ പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്, അതൊന്ന് നോക്കി വെക്കണം. ഏതൊക്കെയാണ്? സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ, ബെറിയോ. അപ്പോൾ ഏതൊക്കെയാണ്? സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ, ബെറിയോ. ഇപ്പോൾ തന്നെ പഠിച്ചല്ലോ, സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ, ബെറിയോ. ഓക്കെ, അങ്ങനെ ഗാമ തിരിച്ചു പോകുന്നു. പക്ഷേ ഈ ഒരു ലാഭം, കിട്ടിയ ലാഭത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ വീണ്ടും ഗാമയ്ക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള പോർച്ചുഗീസിലെ കച്ചവട യാത്രക്കാർക്കും എന്താണ് ഇന്ത്യയിലേക്ക് വീണ്ടും വരാനൊരു പ്രേരണയാവുകയാണ്. ഓക്കെ, സാമൂതിരി എന്തായാലും എന്ത് ചെയ്തില്ല, പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക, ഒരു മൊണോപ്പൊളി ഇൻ ട്രേഡ് ഒന്നും നൽകിയില്ല. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാരിൽ നിന്നുമായിട്ടായിരുന്നു. ഓക്കെ, 4 പേരാണ് വരുന്നത് കുഞ്ഞാലിയുടെ ഇതിൽ. അപ്പോൾ അതിൽ താഴെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയുന്നുണ്ട്. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സമുദ്രയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് ആരാണ്? കുഞ്ഞാലി മരക്കാർമാരായിരുന്നു. അപ്പോൾ അതൊരു കുഞ്ഞാലി മരക്കാർ എന്നതൊരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ആ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയംകോട്ട പിടിച്ചെടുത്തത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞാലി മൂന്നാമനായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കണം, ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാലി മൂന്നാമനാണ് ചാലിയംകോട്ട എന്ത് ചെയ്യുന്നത്? പിടിച്ചെടുക്കുന്നത്. കുഞ്ഞാലി 4ാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിക്കുന്നത്. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറേയധികം റിലേറ്റഡ് ഫാക്ട്സ് പറയുന്നുണ്ട്, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ റാങ്ക് ഫയൽ നോക്കിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ ടെക്സ്റ്റിൻ്റെ ആസ്പെക്റ്റിൽ നിന്നിട്ടുള്ള കാര്യം മാത്രം ഒന്ന് നോക്കുകയാണ്. ഓക്കെ, ശേഷം ഇവിടെ ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് ചില പദങ്ങൾ മലയാളത്തിലേക്ക് വന്നിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിൽ കശുമാവ്, പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവയൊക്കെ പരിചയപ്പെടുത്തിയത് ആക്ച്വലി പോർച്ചുഗീസുകാർ തന്നെയായിരുന്നു. പിന്നെ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിക്കുന്നു. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെ കീഴിലായി. അച്ചടിവിദ്യ പ്രചരിപ്പിക്കുന്നത്, ചവിട്ട് നാടകം, മാർഗ്ഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിക്കുന്നത്, യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നു, യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകൾ അഭ്യസിപ്പിച്ചു, ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇതൊക്കെ പോർച്ചുഗീസുകാരുടെ സമയത്തുള്ള കാര്യങ്ങളാണ്. അവർ കൊണ്ടുവന്ന കുറേയധികം കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? പോർച്ചുഗീസുകാരോട് പറയുമ്പോൾ മാത്രം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്ന ആൾ വാസ്കോ ഡ ഗാമയാണല്ലോ. വാസ്കോ ഡ ഗാമ രണ്ടാമതായിട്ട് ഇന്ത്യയിൽ എത്തിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1502 ഓക്കെ, 1502 ആണ് എത്തുന്നത്. എന്നാൽ മൂന്നാമതും അവസാനമായും ഇന്ത്യയിലേക്ക് വാസ്കോ ഡ ഗാമ വൈസ്രോയ് ആയിട്ട്, പോർച്ചുഗീസ് വൈസ്രോയ് ആയിട്ടാണ് വരുന്നത്. അത് 1524 ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 വർഷങ്ങൾ നിങ്ങളത് നോട്ട് ചെയ്യണം, അത് ടെക്സ്റ്റിലില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം വരുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കബ്രാളാണ്. ഓക്കെ, കബ്രാളാണ് വരുന്നത്. 1500 വരുന്നത് കബ്രാൾ. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് കബ്രാൾ. ഓക്കെ, കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച നാവികനാണ് ആര്? കബ്രാൾ എന്ന് പറയുന്നത്. അപ്പോൾ ശേഷം ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം വന്നു വാസ്കോ ഡ ഗാമ, പിന്നീട് കബ്രാൾ വരുന്നു, പിന്നീട് വരുന്നത് അൽമേഡയാണ്. ഓക്കെ, അപ്പോൾ ഞാനത് ഇവിടെ എഴുതാം. അൽമേഡയാണ് പിന്നീട് വരുന്നത് 1505 എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽമേഡ. അപ്പോൾ ബ്ലൂ വാട്ടർ പോളിസിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്?
അൽമേഡയാണ്. പിന്നീടാണ് അൽബുക്കർക്ക് വരുന്നത്. ഓക്കെ, അൽബുക്കർക്ക് വരുന്നത് 1509 എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർക്ക്. അപ്പോൾ ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ട് കരുതുന്നതും ആരെ തന്നെയാണ്? അൽബുക്കർക്കിനെയാണ്. ഓക്കെ, മിക്സഡ് കോളനി സിസ്റ്റം ഒക്കെ കൊണ്ടുവരുന്നതും അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട നിർമ്മിക്കുന്നതും ഒക്കെ ആരാണ്? അൽബുക്കർക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് കോട്ട കേട്ടോ, യൂറോപ്യൻ കോട്ട നിർമ്മിക്കുന്നത് ആരാണ്? അൽബുക്കർക്കാണ്. ഇന്ത്യയിലെ സതി നിരോധിക്കുക, അതുപോലെ തന്നെ നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുക ഒക്കെ ചെയ്തിട്ടുള്ളത് ആരാണ്? അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയതും ആരാണ്? അൽബുക്കർക്കാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. കാരണം ഇതെപ്പോഴും മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ്, ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടെ പറഞ്ഞ പോയിന്റില്ലേ മാനുവൽ കോട്ട, ഈ മാനുവൽ കോട്ട തന്നെയാണ് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നൊക്കെ പറയുന്നത്. അത് ആക്ച്വലി വരുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആരാണ്? അൽബുക്കർക്ക് തന്നെയാണ്. എന്നാൽ സെൻറ്റ് ആഞ്ചലോസ് കോട്ടയുണ്ട്. ഈ സെൻറ്റ് ആഞ്ചലോസ് കോട്ട എന്ന് പറയുന്നത് ആക്ച്വലി അൽമേഡയാണ് എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. ഓക്കെ, കണ്ണൂരിലാണ് സെൻറ്റ് ആഞ്ചലോസ് കോട്ട എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചാലിയം കോട്ട തിരിച്ചു പിടിച്ചത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ ചാലിയം കോട്ടയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഖാസി മുഹമ്മദ് എന്ത് ചെയ്യുന്നത്? ഫത്ഹുൽ മുബീൻ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ 16-ാം നൂറ്റാണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? ആ പറയുന്ന കാവ്യം കേട്ടോ, 16-ാം നൂറ്റാണ്ടിലാണ് ഈ പറയുന്ന ഒരു അറബി കാവ്യം ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത് വ്യക്തമായ വിജയം എന്നാണ് ഖാസി മുഹമ്മദ് എഴുതുന്നത്. അപ്പോൾ അത് ഈ നൂറ്റാണ്ട് കൃത്യമായിട്ട് നോക്കണം, ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും. അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മളിപ്പോൾ പോർച്ചുഗീസുകാരെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ രാഷ്ട്രീയ മേഖലയിൽ എന്തൊക്കെ സ്വാധീനം ഉണ്ടാക്കി, അല്ലെങ്കിൽ അവരുടെ ഭരണം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ചോദിക്കാറുണ്ട്. ഇത് എക്സ്ട്രാ ഫാക്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നതിനെ കൂടാതെ നമ്മൾ SCERT പാഠഭാഗമൊക്കെ കവർ ചെയ്തിട്ട് ചിലപ്പോൾ പഠിക്കുന്നതായിരിക്കും കുറച്ചൊക്കെ എളുപ്പം. പക്ഷേ വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയി എന്ന് മാത്രം. പിന്നെ അവരുടെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതും അവരുടെ മതനയം എങ്ങനെയായിരുന്നു എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കണം. വളരെയധികം എന്താണ് ഭയങ്കര ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു മതനയമൊന്നും ആയിരുന്നില്ല അവരുടേത്. വളരെ സങ്കുചിതമായിട്ടുള്ള ഒരു മതനയം തന്നെയായിരുന്നു അവരുടേത്, പോർച്ചുഗീസുകാരുടേത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ പാഠഭാഗത്ത് ഡച്ചുകാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് വന്നതാണ് ആര്? ഹോളണ്ടിൽ നിന്ന്. അപ്പോൾ ഇന്നത്തെ നെതർലാൻഡ്സ് ആണ്, അന്നത്തെ ഹോളണ്ട്. അതിൽ നിന്ന് വന്നവരാണ് ഡച്ചുകാർ. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും. ഓക്കെ, നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. പിന്നെ നമുക്ക് അറിയാവുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബാറ്റിലാണ് 1741 ബാറ്റിൽ ഓഫ് കൊളച്ചൽ. കന്യാകുമാരിക്കടുത്തുള്ള കൊളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഡച്ചുകാർ പരാജയപ്പെടുന്നു. അല്ലേ, ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെടുന്നത്, അതും ഏത് യുദ്ധത്തിൽ? ബാറ്റിൽ ഓഫ് കൊളച്ചലിൽ. പിന്നെ അവരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ടാണ് നമ്മൾ ഹോർത്തൂസ് മലബാറിക്കസ് പറയുന്നത്. അപ്പോൾ ഇതിൽ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രീഡാണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിന് സഹായിച്ചത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ.ടി. അച്യുതൻ എന്ന മലയാളി വൈദ്യൻ, അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക് ഭട്ട് എന്നിവരും ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണെന്ത്? ഈ പറയുന്ന ഹോർത്തൂസ് മലബാർക്കസ്. അതിൽ മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് കൃതി വിവർത്തനം ചെയ്ത് ഡോക്ടർ KS മണിലാലാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിൽ, അല്ലേ? അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഇവിടെ ഇ.ടി. അച്യുതനെക്കുറിച്ച് പറയുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇ.ടി. അച്യുതൻ. അദ്ദേഹമാണ് ഈ പറയുന്ന ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ ആ ഒരു രചനയ്ക്ക് സഹായിച്ചിട്ടുള്ളത്. അതുപോലെ ബാക്കിയുള്ള സഹായിച്ചവരുടെ പേര് നമ്മൾ കണ്ടു. പിന്നെ ഫ്രഞ്ചുകാരെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഏറ്റവും ലാസ്റ്റാണ് ആക്ച്വലി ഫ്രഞ്ചുകാർ വരുന്നത് കേട്ടോ. ഓക്കെ, അത് നമുക്കറിയാം ലാസ്റ്റാണ് വരുന്നത് എന്നുള്ളത്. ദക്ഷിണേന്ത്യയിലെ ആധിപത്യത്തിനായിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. അത് നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നതാണ് കർണാട്ടിക് യുദ്ധങ്ങൾ അവർ തമ്മിലുള്ളതായിരുന്നു എന്ന്. ഈ യുദ്ധത്തിൽ അന്തിമ വിജയം ആർക്കായിരുന്നു? ബ്രിട്ടീഷുകാർക്കായിരുന്നു. അതിൽ പ്രകാരം ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, പുതുച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിൽ കർണാട്ടിക് യുദ്ധങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായിരുന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പോൾ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് എന്ത്? കർണാട്ടിക് എന്ന് പറയുന്നത്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. ഓക്കെ, 3
കർണാട്ടിക് യുദ്ധങ്ങൾ. അതിൻ്റെ വർഷങ്ങളൊക്കെ നോക്കുന്നത് നല്ലതാണ്, പക്ഷേ 10th ലെവലിൽ അത്രയും ചോദിക്കാൻ സാധ്യതയില്ലെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പിന്നീട് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ആര് വരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാറുന്നു അല്ലെ. 1600 എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്നും അനുമതി നേടി ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവടത്താവളം അഥവാ ഫാക്ടറി സ്ഥാപിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആണ് അന്നത്തെ മുഗൾ രാജാവായ ജഹാംഗീറിൻ്റെ കയ്യിൽ നിന്നൊരു പെർമിഷൻ വാങ്ങി ഗുജറാത്തിലെ സൂററ്റിലാണ് ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുന്നത്. ഓക്കെ, തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനികൾ സ്ഥാപിക്കുന്നുണ്ട്, കമ്പനി ഫാക്ടറികൾ സ്ഥാപിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സൈഡിൽ പറഞ്ഞിട്ടുള്ള ഈ പോയിന്റ്സ് ഒന്ന് നമുക്ക് നോക്കാം. 1639 മദ്രാസ് തുറമുഖത്തിൻ്റെ ചുങ്കവരുമാനത്തിൻ്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഫാക്റ്റല്ലേ, ഈ ഒരു പേര് നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെയൊന്നും. അപ്പോൾ 1639 മദ്രാസ് തുറമുഖത്തിൻ്റെ ചുങ്കവരുമാനത്തിൻ്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ അവിടുത്തെ പ്രാദേശിക രാജാവായിരുന്ന ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകിയിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കുക. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ. അത് നമുക്കറിയാം, ഒരു ഡൗറി പോലെ കിട്ടിയതാണ്. പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറുകയാണ് ഉണ്ടായത്. ദെൻ അപ്പോൾ 2 ഫാക്ട് നമ്മൾ കണ്ടു. ഇനി 1698 സുധനദി, കാലിഘട്ട്, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം ഫോർട്ട്. അത് നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ ചുറ്റും, ഈ ഒരു ഗ്രാമങ്ങൾക്ക് ചുറ്റുമാണ് എന്നുള്ളത് അറിയാൻ സാധ്യതയില്ല. അപ്പോൾ ഏതൊക്കെയാണ്? സുധനദി, കാലിഘട്ട്, ഗോവിന്ദപൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. ഇനി രാഷ്ട്രീയ ആധിപത്യം ബ്രിട്ടീഷുകാർ സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തോടുകൂടിയാണ്. നമുക്കറിയാം, ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും തമ്മിലുള്ള ആ യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവിൻ്റെ സൈന്യം പരാജയപ്പെടുത്തി ആരെ? നവാബിൻ്റെ, അതായത് സിറാജുദ്ദൗളയുടെ ആ ഒരു സൈന്യത്തെ അല്ലേ. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായത് ഈ പറയുന്ന ഇതോടുകൂടിയൊക്കെയാണ്. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. 1764 എന്ത് ചെയ്യുന്നത്? ബാറ്റിൽ ഓഫ് ബക്സാർ വരുന്നത്. ഓക്കെ, അതോടുകൂടി ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ടാക്സ് പിരിക്കാനുള്ള അവകാശവും കമ്പനിക്ക് കിട്ടി. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമാകുന്നത് ഈ പറയുന്ന 2 യുദ്ധങ്ങളോട് കൂടിയാണ് അല്ലേ. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷുജാ ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ ഖാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. അതായത് ബാറ്റിൽ ഓഫ് ബക്സാറിൽ. ഇത് നമുക്കറിയാവുന്നതാണ്. ബാറ്റിൽ ഓഫ് പ്ലാസിയും ബക്സാറും നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. എന്തുകൊണ്ടായിരിക്കും റോബർട്ട് ക്ലൈവ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിൽ 2 പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യം ശരിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, യൂണിഫൈഡ് ആയിട്ട് ഇരുന്നില്ല അന്നത്തെ ആ നാട്ടുരാജ്യങ്ങൾ, പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അതുപോലെ ബ്രിട്ടീഷുകാർക്ക് അവരുടെയൊക്കെ അതിനൊക്കെ മുകളിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള മിലിറ്ററി, സൈനിക, സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇനി നാട്ടുരാജ്യങ്ങളും കമ്പനിയും എന്ന് പറഞ്ഞ് ഇതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് മെയിനായിട്ട് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത് അല്ലേ. ഒന്ന്, അവർ കുറേ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസിലൂടെ കൊണ്ടുവന്ന് കീഴ്പ്പെടുത്താൻ നോക്കി അവരുടെ സിസ്റ്റത്തിലൂടെ. പിന്നെ സബ്സിഡറി അലയൻസ് സിസ്റ്റം അല്ലേ, അതുപോലെ തന്നെ എന്താണ് ദത്താവകാശ നിരോധന നിയമം, ഇതിലൂടെയൊക്കെയാണ് അവർ മെയിൻലി പിടിച്ചടക്കിയത്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളെന്ന് നമുക്കറിയാം. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. 4 തവണയാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ 4 വാസാണ് വരുന്നത് അല്ലേ. ആംഗ്ലോ മൈസൂർ വാസ് എന്ന് പറയുന്നത് 4 എണ്ണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ 1782 ഹൈദരാലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അപ്പോൾ 4 യുദ്ധങ്ങൾ വരുന്നുണ്ട്. അതിൽ 1799 ഏറ്റവും ലാസ്റ്റത്തെ ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്നത്. അത് ടിപ്പു സുൽത്താൻ വധിക്കപ്പെടുകയും ചെയ്യുന്നു അല്ലേ. പിന്നീട് 3 ആംഗ്ലോ മറാത്ത വാർസ് നടക്കുന്നുണ്ട്. അതിൻ്റെ വർഷങ്ങളൊന്നും അത്രയും ഒരു 10th ലെവലിനധികം ചോദിക്കില്ല. 3 ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ആ യുദ്ധത്തിലും ഇംഗ്ലീഷുകാർ ജയിച്ചതോടുകൂടി എന്താണ്, മറാത്ത പ്രദേശങ്ങളും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായി. പിന്നെ ഈ ആംഗ്ലോ സിഖ് യുദ്ധങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇതിലും
ബ്രിട്ടീഷുകാർക്ക് പഞ്ചാബ് പോലെയുള്ള മേഖലകളും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീടാണത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ എന്ന് പറയുന്നത്. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം 1793 വരുന്നത്. ബംഗാൾ, ബീഹാർ, ഒറീസ, അത് ഞാൻ മാപ്പ് ഇതാക്കിയിട്ട് ശരിക്കും പറയാറുണ്ട്. ഓക്കെ, ഇങ്ങനെ വരച്ചൊക്കെ കാണിച്ച് പറയാറുണ്ട്. ബംഗാൾ, ബീഹാർ, ഒറീസ ഈ ഒരു മേഖലയിലാണ് PMS പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് PSS പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം വരുന്നത്. കോൺവാലിസ് ആണ് കൊണ്ടുവരുന്നത്. ഭൂവുടമകളായിരുന്ന സമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി വിധിച്ചു. വിളവിലുള്ള ഏറ്റക്കുറിച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായി നികുതിയായിട്ട് നൽകണമായിരുന്നു. അതാണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റത്തിൽ പറയുന്നത്. പിന്നീട് റൈറ്റ് വാലി സിസ്റ്റമാണ്. റൈറ്റ് വാലി സിസ്റ്റം 1820 അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. വർഷം 1793 പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ കാലഗണനക്രമം എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. ഇനി റൈറ്റ് വാലി സിസ്റ്റം 1820 വരുന്നത്. 1820 ദക്ഷിണേന്ത്യ, ഡെക്കാൻ മേഖലകളിലാണ് ഇത് കൂടുതലും. തോമസ് മൺറോയും ഒപ്പം അലക്സാണ്ടർ റീഡും ഉണ്ട് കേട്ടോ. മൺറോ മെയിൻലി മദ്രാസ് കോൺസെൻട്രേറ്റ് ചെയ്താണ് ചെയ്തത്. അലക്സാണ്ടർ റീഡും തോമസ് മൺറോയും ഉണ്ട്. കർഷകരെ ഭൂ ഉടമകളായിട്ട് തന്നെയാണ് ഇവിടെ പരിഗണിച്ചത് എന്നുള്ളതാണ് ഏറ്റവും അതിൻ്റെ പ്രത്യേകത. അവിടെ ഡയറക്റ്റ് ആയിട്ടാണ് കർഷകരെ ലാൻഡ് ഓണേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ നേരിട്ടാണ് നികുതി പിരിച്ചത്. നികുതിയിൽ എന്തെങ്കിലും കൊടുത്തതിൽ വീഴ്ച വരുത്തിയാൽ ഒബ്വിയസ്ലി കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കണം. ഓക്കെ, ദെൻ മഹൽവാരി സമ്പ്രദായം പിന്നീട് വരുന്നു. 1822 ഉത്തരേന്ത്യ, മധ്യ ഇന്ത്യ, അതുപോലെ തന്നെ പഞ്ചാബ് പോലെയുള്ള ഇതിലായിരുന്നു. ഹോൾട്ട് മെക്കൻസിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ മെക്കൻസി, മഹൽവാരി അങ്ങനെ ആലോചിച്ചാൽ മതി. ഗ്രാമത്തെ ഒരു മഹലായിട്ട് യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഓക്കെ, മഹലായിട്ടാണ് കണക്കാക്കിയിരുന്നത്. നികുതിയിൽ വീഴ്ച വരുത്തിയാൽ ഒബ്വിയസ്ലി അതും ബ്രിട്ടീഷുകാരെ പിടിച്ചെടുക്കും. അപ്പോൾ ഇതാണ് ഒരു ലാൻഡ് സിസ്റ്റം, അവരുടെ റവന്യൂ സിസ്റ്റം, ലാൻഡ് റവന്യൂ സിസ്റ്റം. ഇത് വ്യക്തമായിട്ട് ഇപ്പോൾ ഈ ഒരു പുതിയ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കൃഷിക്കാരുടെ അടുത്തു നിന്നുള്ള ഈ ഒരു നികുതി പിരിവ്, ഓക്കെ, അത് വളരെയധികം ഹരാസിങ് ആയിരുന്നു അല്ലേ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നവർക്ക് പണം കടം വാങ്ങേണ്ടി വന്നിരുന്നു. ഇനി കർഷകരെ മാത്രമല്ല, കൈത്തൊഴിലുകാരെയും വളരെയധികം ഈ ബ്രിട്ടീഷുകാരുടെ ആ ഒരു നയങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിരുന്നു. അതായത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന ആ ഒരു സമയത്ത് അവർ കൈകൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾക്കൊക്കെ എന്തായി, സ്വാഭാവികമായിട്ട് വലിയ വിൽക്കാനൊന്നും സാധിച്ചില്ല അവർക്ക് ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ കരകൗശല തൊഴിലിൽ ഏർപ്പെടുന്നവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിച്ചിട്ടുണ്ട്. ഇനി ഇവരുടെ ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ ഈ ഒരു ഇതിൽ നിന്നാണ് കാലഗണനക്രമം എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സന്യാസി ഫക്കീർ റെബല്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ആനന്ദമഠം, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആ ഒരു ഇതിൽ നിന്നുള്ള ഭാഗം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. 1873 ഒരു വേനൽക്കാലം ബംഗാളിലെ പദചിഹ്നം എന്ന ഗ്രാമം മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു, ആഹ്ലാദിച്ചു. പക്ഷേ മഴ പെട്ടെന്ന് നിലച്ചു. വിള ഉണങ്ങിപ്പോയി. നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു. സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല. നികുതി കുടിശ്ശികയടക്കം കർശനമായി പിരിക്കാൻ അവർ ഓടി നടന്നു. ബംഗാൾ ദയനീയമായ അവസ്ഥയിലായി. ജനങ്ങൾ കഷ്ടപ്പെട്ടു. കന്നുകാലികളെ വിറ്റു. കൃഷിപ്പണിക്കുള്ള ആയുധങ്ങളും വിറ്റു. വിത്ത് പോലും കൊടുക്കേണ്ടി വന്നു. വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും വിറ്റു. ചിലർക്ക് വീടിൻ്റെ വാതിൽ പോലും പൊളിച്ചു വിൽക്കേണ്ടി വന്നു. മനുഷ്യർക്ക് വിലയില്ലല്ലോ, അതുകൊണ്ട് മനുഷ്യരെ വിൽക്കാൻ സാധിച്ചില്ല. ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും മുറിച്ചെടുത്ത് തിന്നുകയായി, പറിച്ചെടുത്ത് തിന്നുന്ന ആ ഒരു സമയം, ആ ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു. എലികളെയും പൂച്ചകളെയും നായകളെയും കൊന്നു തിന്ന് വിശപ്പടക്കി. രോഗങ്ങൾ പടർന്നു പിടിച്ചു. പനിയും പ്ലേഗും വസൂരിയും കാറ്റുപോലെ പരന്നു. രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവ് ചെയ്യാനോ ആളില്ലാതായി. വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി കിടന്ന് ചീഞ്ഞ് നാറി. അപ്പോൾ ഇങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ പറയുന്ന സന്യാസി ഫക്കീർ റെബല്യൻ. അത് നമുക്കറിയാവുന്ന ഒരു പോരാട്ടം എന്ന് പറയുന്നതാണത് അല്ലേ. അതിൻ്റെ കാരണം ഇവിടെ പറയുന്നുണ്ട്. ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയുണ്ടായിരുന്നു. അതിനാൽ അവ സന്യാസി കലാപങ്ങൾ എന്ന് അറിയപ്പെട്ടു. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിലാണ് ചേർന്നത്. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്ന് വിളിക്കുന്നു. ഭവാനി പതക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഈ പേരുകൾ ഇവിടെ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഭവാനി പതക്കും മജ്നു ഷായുമാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. പിന്നെ 1882 ബംഗാളി ഭാഷയിലെ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ഉണ്ട് അല്ലേ. ആ വന്ദേമാതരം എന്ന് പറയുന്ന ഇത് എടുത്തിട്ടുള്ളത് തന്നെ ഈ ഒരു നോവലിൽ നിന്നാണ്. അപ്പോൾ ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായിട്ടാണ് വന്ദേമാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിവിടെ അതൊക്കെ നമ്മൾ സ്പെഷ്യൽ ഫാക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ആ ഒരു കഥാപാത്രം ഏതാണ്, ഭവാനന്ദൻ എന്ന് പറയുന്ന കഥാപാത്രം ആലപിക്കുന്ന രീതിയിലാണ് ആ നോവലിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക്.
എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം. 1859 ഈ പറയുന്ന നീലം കർഷക കലാപം, ഇൻഡിഗോ റിവോൾട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണമായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ, ഇൻഡിഗോ പ്ലാന്റേഴ്സ്, ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു എന്നതാണ്. അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. 1859 ഈ പറയുന്ന കലാപം നടക്കുന്നതെന്ന് ആദ്യം ആലോചിക്കുക. എന്താണ് കാരണം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിൻ്റെ ആവശ്യകത കുറഞ്ഞ് ദാരിദ്ര്യം ഉണ്ടാവുകയും മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് തിരിയുകയും ചെയ്തു. കാരണം പിന്നീട് ആർട്ടിഫിഷ്യൽ ഡൈസ് വന്നപ്പോൾ ഈ പറയുന്ന നീലം ആവശ്യമില്ലാതായി വന്നു. അതാണ് പെട്ടെന്ന് എന്താണ് ഈ പറയുന്ന രീതിയിൽ വലിയൊരു പ്രതിഷേധത്തിലേക്കൊക്കെ നീങ്ങിയത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ദിഗംബർ ബിശ്വാസിൻ്റെയും വിഷ്ണു ബിശ്വാസിൻ്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. ശ്രദ്ധിക്കുക, ഏതാണ്? ആരൊക്കെയാണ്? ദിഗംബർ ബിശ്വാസിൻ്റെയും വിഷ്ണു ബിശ്വാസിൻ്റെയും നേതൃത്വത്തിലായിരുന്നു ഈ ഒരു കലാപത്തിൻ്റെ തുടക്കം. ബംഗാളിലുടനീളം ഈ പറയുന്ന കലാപം പടർന്നു പിടിച്ചതോടെ നീലം കൃഷി ഉപേക്ഷിച്ചു. നീലം ഫാക്ടറികൾ ആക്രമിക്കപ്പെടുകയുണ്ടായി. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുകൂട്ടി ബംഗാളിൽ നീലം കൃഷി ഇല്ലാതാവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കിയിട്ട് 1860 ദീനബന്ധു മിത്ര നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകം രചിക്കുന്നത്. ശ്രദ്ധിക്കുക, 1860 59 എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന വിപ്ലവത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത് അല്ലേ. പിന്നീട് ഇവിടെ ഒരു ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്നുള്ളതിൻ്റെ ഒരു ഇതൊക്കെ പറയുന്നുണ്ട്. സാന്താൾ ഗോത്ര ജനതയുടെ ധീരത കാണിക്കുന്ന രീതിയിലുള്ള സംഭവമാണത്. അപ്പോൾ അത് ഇവിടെ എന്താണ് സംഭവിച്ചത്, സാന്താൾ ഗോത്ര ജനതയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇവിടെ താഴെ പറയുന്നുണ്ട്. അതായത് ഇതൊക്കെ ഒരു ഗോത്ര കലാപം എന്നുള്ളൊരു ഇതിൽ വരുന്നതാണ്. 18ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ കുടിയേറി പാർത്ത ഗോത്ര വിഭാഗമാണ് സാന്താൾ ഗോത്ര വിഭാഗം. അപ്പോൾ ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായിട്ട് കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയൊക്കെ ചെയ്തു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു. ഭൂമിയുമായുള്ള ഗോത്രജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്ന ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധി എന്നോണം ആണ് പല കാര്യങ്ങളും ചെയ്തത്. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്രജനതയെ അണിനിരത്തി 1855 കേട്ടോ ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടം തുടങ്ങി. അപ്പോൾ അവിടെ ഒരു ഇത് നിങ്ങൾ കാലഗണന ക്രമം നോക്കുമ്പോൾ ഇപ്പോൾ ഇൻഡിഗോ റിവോൾട്ട് നടക്കുന്നത് 1859 അല്ലേ. 1700 നമ്മൾ സന്യാസി ഫക്കീർ കലാപം പറയുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കണം, അത് വെച്ചിട്ടാണ് ചോദ്യം വന്നിരുന്നത്. അപ്പോൾ 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും ഖാനുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. കലാപം ക്രൂരമായിട്ട് അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്രജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായിട്ട് സാന്താൾ കലാപം മാറി. അപ്പോൾ സാന്താൾ കലാപം എന്ന് പറയുന്നത് 1855 എന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റാണ് ഉൾഗുലാൻ. സാന്താൾ കലാപം പോലെ തന്നെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്രജനത വളരെയധികം കലാപങ്ങൾ ഉണ്ടാക്കി. നമുക്ക് അങ്ങനെ അറിയാവുന്നതാണ് കുറിച്യ റിവോൾട്ടൊക്കെ അല്ലേ. അപ്പോൾ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ നടന്ന ഇതാണ് ഉൾഗുലാൻ റിവോൾട്ട്. മുണ്ട കലാപം എന്നറിയപ്പെടുന്നത് ഉൾഗുലാൻ റിവോൾട്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഈ പേരിലേ നമുക്ക് തരുള്ളൂ കേട്ടോ. അപ്പോൾ വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൾഗുലാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ് എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഈ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്താണ്? ഒബ്വിയസ്ലി ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ ചൂഷണവും ഭൂമി ഒടിച്ചെടുക്കലും, പിന്നെ പണമിടപാടുകാരുടെ വ്യാപാരികളുടെ സാമ്പത്തിക ചൂഷണമൊക്കെയാണ്. 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നത്. അപ്പോൾ വർഷം വേഗം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, 1855 എന്ത് സാന്താൾ കലാപത്തിൻ്റെ വരുന്നത്. 1700 സംതിങ് എന്ത് ചെയ്യുന്നത് സന്യാസി ഫക്കീർ റിവോൾട്ട് വരുന്നത്. അത് പക്ഷേ ഒരു ഗോത്ര വിഭാഗത്തിൻ്റെ എന്നുള്ളതായിരുന്നില്ല. അപ്പോൾ ഈ പറയുന്ന 1899 ഈ പറയുന്ന മുണ്ട ഗോത്ര വിഭാഗം സായുധ കലാപം ആരംഭിക്കുന്നു. ബ്രിട്ടീഷ് പോലീസുമായിട്ട് പല സ്ഥലങ്ങളിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നു. റാഞ്ചിയിൽ നടന്ന വെടിവയ്പ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെടുന്നു. ബിർസ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്നു. മുണ്ട കലാപത്തെയും ക്രൂരമായിട്ട് അടിച്ചമർത്തി ബ്രിട്ടീഷുകാർ. ഓക്കെ, എഫിഷ്യൻ്റായിട്ട് തന്നെ അവരെന്ത് ചെയ്തു? അത് അടിച്ചമർത്തി. കുരിച്ചർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ബീൽ കലാപം, ഖാസി കലാപം ഒക്കെ എന്താണ് ഇന്ത്യയുടെ വിവിധ വിഭാഗങ്ങളിൽ നടന്ന ഗോത്ര കലാപങ്ങളാണ്. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന കുരിച്യ കലാപം, ഓക്കെ, പിന്നെ പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ഭീൽ കലാപം,
പിന്നെന്താണ് ഖാസി കലാപം. ഇതൊക്കെ ഗോത്ര വിഭാഗങ്ങളുടെ ആ ഒരു ഭാഗത്ത് നിന്നുണ്ടായ കലാപങ്ങളാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇവിടെ ബിർസ മുണ്ടയെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് ഗോത്രാഭിമാന ദിനമായിട്ട് ആചരിക്കുന്നു 2021 മുതൽ കേട്ടോ. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്രജനത നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ട കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹലെ ഗാന്ധി. ഓക്കെ, ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണിത് ഗാന്ധി സേ പഹലെ ഗാന്ധി. പിന്നെ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഇന്നത്തേൽ കണ്ടു. ഈ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നോക്കാം. അതിൽ നമുക്ക് ഇതേപോലെ ഈ പാഠത്തിലെ വ്യക്തമായ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു പോകാം. ഇത് പുതിയ SCERT പാഠഭാഗമായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയത്. ഇതുപോലെ നമുക്ക് കുറേയധികം പാഠഭാഗങ്ങൾ ഈ ഒരു 8ാം ക്ലാസ്സിലെ ബുക്കിലുണ്ട്. അതിൽ നിന്നാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് പുതിയ SCERTയിൽ നിന്ന്. അപ്പോൾ നമുക്കത് ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസും വേണ്ട കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.